ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും വിനൂസ് വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം മഴക്കാലമൊക്കെ ജൂൺ മാസമായി ഗായ്സ്. ജൂൺ മാസത്തിലെ തകർത്ത് പെയ്യുന്ന മഴയിൽ നമ്മൾ ഈ കാണുന്നത് വെള്ളം കയറി കിടക്കുന്നൊരു സീനാണ് കാണുന്നത്. എടാ പോളം മൊത്തം കയറിയടാ, ഇവിടെ മൊത്തം കയറിയോ പോളം? ഇല്ലിക്കലോട്ട് പോകാൻ പറ്റുവാടാ? നീ അവിടെ പോവാ? എടുത്തോന്നു. ഭയങ്കര മഴയും വെള്ളവും കയറി, മൊത്തം ഫുള്ള് വെള്ളം കയറി ഗൈസ്. ഈ വീട്ടിലൊക്കെ വെള്ളം കയറി ആകെ അവിടുത്തെ വീട്ടുകാരെല്ലാം പോയി. ഇതൊന്ന് 2018 വെള്ളം അങ്ങനെ ഒരു വെള്ളം കയറാൻ പോകണമെന്ന് തോന്നുന്നു. 2018 കയറിയ ടൈപ്പ് വെള്ളം. ഓ മൈ ഗോഡ്, ആറ് നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ് ഗൈസ്. നമ്മുടെ കോടിമത കൊടുകുരാറാണ്, നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ് ഗൈസ്. നിങ്ങൾ രാവിലെ സമയം 6 മണിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. 6 മണിയായപ്പോൾ ഏകദേശം പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. രാവിലത്തെ 6 മണിക്ക് ഒരു ദൃശ്യമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേരം മഴ തോരാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മഴ ശകലം പോലും മഴയ്ക്കൊരു ശമനമില്ല. രാത്രി ഫുള്ളും മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും വീടുകളിലാണ്, അക്കരയ്ക്കുള്ള യാത്രയിലാണ്. മഴ ശക്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോഡിലൂടെ പോകാൻ മേലാത്ത അവസ്ഥയിലാണ്. വെള്ളം ഇവിടെ ഒരു ഇല്ലിക്കലാണ്. വെള്ളം കയറി ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞ് കിടക്കുക. റോഡെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടില്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ വണ്ടി കിടപ്പുണ്ട് അവിടെ. അല്ല, റിപ്പോർട്ടർ ചാനലിൻ്റെ കാർ കിടപ്പുണ്ട്. അവർ വീഡിയോ എടുക്കുന്നത് വണ്ടി വന്നുകൊണ്ടിരിക്കുക. ഇറച്ചിക്കടയുടെ വാതിക്കലെല്ലാം വെള്ളം. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറി, വീടെല്ലാം വെള്ളം കയറി. എല്ലാ ആൾക്കാരും വീടടച്ച് പോയെന്ന് തോന്നുന്നു. അറിയത്തില്ല അതിനുള്ളിലുള്ളത്. പകുതി വരെയൊക്കെയാണ് ഗൈസ് വെള്ളം. ഇവിടുത്തെ പറമ്പുകളിൽ ഇവിടുത്തെ ഷട്ടറുണ്ട്, കടയുടെ പകുതി വെള്ളം കയറി കിടക്കുക. വീട്ടിലൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. ആ ജനലിൻ്റെ അവിടെ വരെ വെള്ളം കയറി കിടക്കുന്നു. ഇവിടെയൊക്കെ വീട്ടിൽ ആൾക്കാർ താമസമുണ്ട്. എനിക്കൊന്ന് ക്യാമ്പിലോട്ടൊക്കെ പോയി കാണാൻ സാധ്യതയുണ്ട്. ഇത് ഇല്ലിക്കലെ ഒരു ഭാഗമാണ്, ഇല്ലിക്കൽ സൈഡാണിത്. അപ്പോൾ ഇവിടുന്ന് ഈ ഇല്ലിക്കൽ റോഡിൽ മാത്രം വെള്ളം കയറാറുള്ളൂ. ഇനി റോഡിൽ ഇപ്പം ഇന്നും കനത്ത മഴ പെയ്യുവാണെങ്കിൽ എന്തായാലും വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഞാൻ നോക്കി, ഇത് ഫുള്ള് ഇവിടെ വെള്ളമായി. നമ്മൾ ഈ പോകുന്ന വഴിക്ക് മൊത്തം വെള്ളമാണ്, ഫുള്ള് വെള്ളമാണ്. എന്ത് പറ്റുന്നത് റോഡ് കണ്ടോ? റോഡ് ഫുള്ള് ഇതായിട്ടിരിക്കുക. നമ്മൾ ഇല്ലിക്ക കടകളെല്ലാം അടച്ചിട്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടുത്തെ എല്ലാ ബിസിനസ്സുകളും നിർത്തി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഇല്ലിക്കയിലെ തന്നെ വേറൊരു റോഡാണ്. ഇവിടെ വണ്ടികളെല്ലാം റോഡിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. കാര്യം റോഡുകളിലോട്ടൊന്നും വണ്ടി പോകാൻ മേലാത്തൊരവസ്ഥയാണ്. വലിയ വലിയ വീടുകളെല്ലാം വെള്ളം കയറി കിടന്ന് അടിയിൽ, എനിക്കൊന്നും മേളിലെ ഫ്ലോറിലായിരിക്കില്ല ആൾക്കാർ താമസിക്കും. ഈ കിടക്കുന്ന കാറുകളും വാഹനങ്ങളെല്ലാം റോഡിലോട്ട് പോകേണ്ടതാണ്. എല്ലാവരും വെള്ളം കയറിയ സമയത്ത് കരപ്പറ്റ് നോക്കി വണ്ടി കൊണ്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വാഹനങ്ങൾ റോഡിൽ നിരത്തിയിട്ടേക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടുകളാണ് ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ പല ആൾക്കാർ അനുഭവിക്കുന്നത്. 3-4 ദിവസം കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇല്ലിക്കലിലെ എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടായി, ബിസിനസ് നടക്കാത്തൊരവസ്ഥയായി. അപ്പം നമുക്ക് ഈ ഇല്ലിക്കൽ ടൗൺ വിചാരിച്ചാൽ നമുക്കൊന്ന് സർക്കാരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും റോഡ് പൊക്കാം എന്ന് തോന്നുന്നു. കാര്യം ഒരു ഏകദേശം റോഡ് പൊക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു ശല്യം തീരും. പക്ഷേ റോഡ് പൊക്കുന്നതിനനുസരിച്ച് ഈ കടകളും പൊക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ വെള്ളം അതുകൊണ്ട് പ്രയോജനമുള്ളൂ. റോഡ് പൊങ്ങി കടകൾ പൊങ്ങിയില്ലെങ്കിൽ ആകെ പ്രശ്നമാകത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇല്ലിക്കലാണ്. ഇപ്പോൾ ഇല്ലിക്കലിൽ ചെങ്ങളം കുമരകം വരെ വെള്ളമുണ്ട്. കുമരകം ആ റൂട്ട് വെള്ളം കുറവായിരിക്കും. ഈ ചെങ്ങളം ആ ഭാഗത്തൊക്കെ എന്തായാലും നല്ല വെള്ളം കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ നോക്കി വണ്ടിയൊക്കെ
ഗൈസ് മൊത്തം വെള്ളമാണ്, ഫുള്ള് വെള്ളം. അതുകൊണ്ടോ മൊത്തം വെള്ളം കയറി, റോഡ് മൊത്തം വെള്ളം കയറി കിടക്കുവാണ് ഗൈസ്. നമ്മൾ കണ്ടു റോഡ് എല്ലാം വെള്ളമാണ്. രണ്ടായിരത്തി 18 വെള്ളം കയറി തറങ്ങാൻ. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആന പോലെ തട്ട പിടിക്കുക, അത് ഇറങ്ങാത്ത. ഫ്രിഡ്ജൊക്കെ പൊക്കി വെക്കാൻ വെള്ളം കയറിയപ്പോൾ ഫ്രിഡ്ജൊക്കെ പൊക്കി വെക്കാൻ വേണ്ടി മോനായെന്ന് ചന്ദനക്കുറിയൊക്കെ തൊട്ട് സെറ്റായിട്ട് സുന്ദരനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടയൊക്കെ എടുക്കാൻ പോയതാണ്. അപ്പോൾ ജിജുവിന് ഞാൻ 5 കട്ട വള്ളത്തെ കയറ്റി വിട്ടു ഗൈസ്. നമ്മുടെ കോഴിമല പാർക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ പണിത് തന്ന സ്ഥലമാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബോട്ട് വരുന്നത്, നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഒരു ബോട്ട് ഇതുവഴി നമ്മൾ കാണിച്ചു. പുലരെ പൂങ്കോടിയിൽ. ഇവിടെയുള്ള പറമ്പുകളിലെല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. റോഡിലും വെള്ളം കയറി. റോഡെല്ലാം എനിക്കൊന്ന് ഇന്ന് വൈകുന്നേരം ഫുള്ള് മഴ പെയ്യുവാണെങ്കിൽ റോഡെല്ലാം വെള്ളം കയറി. നമ്മൾ ഈ വഴി കൂടെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള ഒരുപാട്. അതുണ്ട്, ഇവിടെ വെള്ളം കയറി. ഇന്ന് മൊത്തം മഴയ്ക്ക് ഫുള്ള് കയറാൻ സാധ്യതയുണ്ട്. ഈ റോഡ് ഫുള്ള് റോഡ് ഫുള്ള് കര കവിഞ്ഞു റോഡ്. അതിനിപ്പം ഇവിടെ ഒന്നുമില്ല, ഈ വീട്ടിലെ ഒരു പെരുമ്പാമ്പിന്റെ കുഞ്ഞിനെ കിട്ടിയത്. നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ്. ഇവിടെ ഒന്നൊരു പെരുമ്പാമ്പിന്റെ കുഞ്ഞ്. വെള്ളം കയറിയോടാ വീട്ടിൽ? എന്നെ എടുക്കുവാടാ നീ? അച്ഛൻ എന്ത് ചെയ്യേ? പാമ്പ് കയറിയെന്നല്ലോ ഇവിടെ. പാമ്പ് കയറിയോ? ഓക്കേടാ, വിളിക്കാം കേട്ടോ. വേറെല്ലാം വീട്ടിൽ കയറി പെട്ട് നിൽക്കുക, വെള്ളത്തിൽ പെട്ട്. നമ്മളും ഈ വീട്ടിലും കയറിയിട്ടില്ല, ഇവിടെ ആരും ഇല്ല. ഓയിൽ ഫാമിൻ്റെ കണ്ടോ, അത് കണ്ടോ, ഓയിൽ ഫാമിൻ്റെ അവിടെ വെള്ളം കയറി. അവിടെ തന്നെ കെട്ടിയിട്ടുണ്ടെന്ന്. പശുവൊക്കെ തൊഴുത്തി കെട്ടാൻ മേലെ അവിടെ എല്ലാം വെള്ളം കയറിയിട്ട് ഇവിടെ കൊണ്ട് പശുവിന് കരപ്പറ്റ് നോക്കി കെട്ടി നിർത്തിയിരിക്കുക. പാവം, ഇതുങ്ങൾക്ക് ഒരു കരപ്പറ്റില്ലാതെ ആകെ ബുദ്ധിമുട്ടിൽ ചേച്ചി ഇപ്പം അമ്മ വന്ന് കെട്ടിയിട്ടിട്ട് പോയതല്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ സ്ഥലങ്ങളൊന്നുമില്ല. നമ്മളും ആകെ ഇതായിട്ട് നിൽക്കുക. വെള്ളം കയറി ഇവിടെ എല്ലാം കുളമായിട്ടുണ്ട്. വെള്ളം കയറി വന്ന് വഴിയിലെല്ലാം വെള്ളമാണ് തള്ളി മാറ്റി കളയുകയാണ്. മഴ ശക്തമായി തകർത്ത് പെയ്യുകയാണ്. മഴ ഞാൻ തോന്നുന്നു ഇന്ന് ശമിക്കുമെന്ന് നോക്കിയിട്ട് മഴ ശക്തമായിട്ട് പെയ്യും. ഇവിടെ എല്ലാം വെള്ളം, റോഡ് ഫുള്ള് വെള്ളം. ഇവിടെയൊന്നും വണ്ടി പോകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഫുള്ള് വെള്ളം കയറി കിടക്കുവാണ്. ഇവിടെ മൊത്തം വെള്ളം. നമുക്ക് ഒന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങോട്ട് അറിയാൻ കഴിഞ്ഞ ഒരുപാട് ഇതുണ്ട്. ഇത് നമ്മുടെ ഗോഡൗണിൻ്റെ ഒരു ഏരിയയാണ് ഈ ഭാഗം കാണുന്നത്. ഗോഡൗണിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പം ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുവാണെങ്കിൽ ചിലപ്പം വെള്ളം ഫുള്ള് കയറും. ആ ഏരിയ മൊത്തം വെള്ളം
ഇവിടെ മൊത്തം കോട്ടയം എനിക്കൊന്ന് ഇല്ലിക്ക ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനകത്തോട്ട് ഇറങ്ങി അപ്പോഴേ കിളക്കി അട്ട പിടിക്കൊണ്ട് ഇറങ്ങാൻ പേടിയാണ്. അത് ഇപ്പം ഇന്നലെ ഇത്രയും വെള്ളമില്ലായിരുന്നു, ഇന്നലെ വണ്ടി ഓടി വരുമായിരുന്നു. ഇപ്പം ഒന്നും കൂടെ കൂടി വെള്ളം, അപ്പോൾ നമുക്ക് വണ്ടി അങ്ങോട്ട് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം നമുക്ക് ഒരു ഇന്നലെ വരെ വണ്ടി ഇവിടെ വന്നോണ്ടിരുന്നത്, എന്നിട്ടും ആ കാണുന്ന ആ ഭാഗത്ത് വെള്ളക്കൂടുതലാണ്. അവിടെ നിന്ന് വളഞ്ഞങ്ങോട്ട് പോകത്തില്ല, ഭയങ്കര കുഴിയാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മുടെ ജോലിയൊക്കെ ഭയങ്കര തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് വെള്ളം കയറി. ഇപ്പം ചെറിയൊരു ഏരിയ, അപ്പുറത്തോട്ടൊക്കെ ഒരുപാട് സ്ഥലത്ത് വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മഴ തോർന്നിട്ടില്ല, മഴ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. കാര്യം മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഒന്നും ആർക്കും പുറത്തോട്ട് പോകാൻ മേല, ഇപ്പം എന്തെങ്കിലും അരിയും സാധനങ്ങളൊന്നും മേടിക്കാൻ മേലാത്തൊരവസ്ഥയൊക്കെ ആയിട്ടിരിക്കുകയാണ് കേസ് നമ്മുടെ കോട്ടയത്താണ്. ഓക്കെ, ഇവിടെ ഗോഡൗണിൻ്റെ ഭാഗത്തുള്ളൊരു ദൃശ്യം കാണുന്നുണ്ട്. അവിടെ മൊത്തം വെള്ളം കയറി, ഫുള്ള് വെള്ളം കയറി. രാവ് ഗോഡൗണിൻ്റെ ഭാഗത്തോട്ട് പോകുന്ന വഴി അവിടെ മൊത്തം വെള്ളം കയറി ഗൈസ്. നമ്മുടെ ഗോഡൗണാണത്.